വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എടപ്പാളി എക്സിബിഷന് സൺഡേ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫണ്ണായിട്ടുള്ള വ്യൂകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് അവിടുത്തെ എൻട്രി. അതൊരു ഭീകര ജീവിയുടെ വായ മാതിരിയാണ്. അതവിടെ ഒരു അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 5 വയസ്സിന് മേലെ ഉള്ളവർക്ക് 100 രൂപയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറേ സ്റ്റാറ്റു ആയിട്ട് അവർ എനിമൽസിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത്. നല്ല അടിപൊളിയായിട്ട് അവരവിടെ അലങ്കരിച്ചിട്ടുണ്ട്. കുറേ പ്ലാന്റ്സ്, ഫേക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ അവരിങ്ങനെ അവിടെ നല്ല അടിപൊളിയായിട്ട് ഒറിജിനൽ പ്ലാന്റ്സിന് മാതിരി തോന്നിക്കുന്ന മാതിരി അവരവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റാറ്റു. ഏനിമൽസിൻ്റെ കാഴ്ചകൾ ഒരുപാടുണ്ട്. സ്നോയിലുണ്ടാവുന്ന ഇഗ്ലൂ ഹൗസുമായിട്ടുള്ള മാതൃകയൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഉണ്ടാക്കി വെച്ചത് കാണാൻ തന്നെ നല്ല സോ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ദിനോസർ പോലുള്ള ഒരു വയല് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അതിൽ കയറി ഫോട്ടോ എടുത്തു. ഞങ്ങളും എടുത്തിട്ടു. ഒരുപാട് ഫിഷ് ഉണ്ട് ഇവിടെ. പിന്നെ ഓസ്കാർ ഫിഷ്, പിന്നെ കോഴിക്കാർപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അതിങ്ങനെ ടണൽ മാതിരി ഈ സൈഡിൽ നാം കാണുമ്പോൾ നമുക്ക് അത് ഒറ്റക്കായിട്ട് തോന്നും. പക്ഷേ അപ്പുറത്തെ സൈഡിൽ പോയാൽ ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് നമ്മുടെ എല്ലാ സൈഡിലും ഉണ്ടാവും. പിന്നെ എല്ലാ ടണലിലും ശക്കർ ഫിഷിനെയും വെച്ചിട്ടുണ്ട് അവർ.
ഫിഷുകളിൽ അവിടെ ഗ്ലാസ് ആണ്, നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാതും കാണാൻ പറ്റും. പിന്നെ ഞാൻ കാണാത്ത ഒരുപാട് ഫിഷുകളും ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ ഞങ്ങൾ നേരത്തെ ഇപ്പം കണ്ടത് ഷാർക്കാണ്. പിന്നെ ഞാൻ കാണാത്ത ഒരുപാട് ഫിഷുകളാണ് ഞാൻ ഇന്ന് കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു എക്സിബിഷൻ കാണാൻ തന്നെ. എനിക്ക് നല്ല ഇഷ്ടമായി മീനുകളൊക്കെ കണ്ടപ്പോൾ. നമ്മുടെ മീനുകളുടെ വാലും പിന്നെ അതിൻ്റെ ചിറകൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കണ്ട് പഠിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് വലിയ വലിയ ഫിഷസ് സക്കർ ഫിഷിൻ്റെ ഉൾഭാഗവും പിന്നെ അവരുടെ ചുണ്ടൊക്കെ നമുക്ക് നേരെ പോലെ ഈ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ചുണ്ടും അതിൻ്റെ ചിറകൊക്കെ നമുക്ക് നമ്മുടെ കുളത്തിലാണെങ്കിൽ ഈ കളർ മാറിയോണ്ട് നമുക്ക് നേരെ പോലെ ഒന്നും സക്കർ ഫിഷിനൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കളർ വൈറ്റ് മീനുകൾ ഉണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേര് എനിക്ക് അറിയില്ല.
അവിടെ പിന്നെ പലവിധ സ്റ്റോറുകളാണുള്ളത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പിന്നെ ഞങ്ങൾ കയറിയത് തോണിയിലാണ്. എന്നാൽ ഞങ്ങൾ ഒരുപാട് വട്ടം കയറിയിരുന്നു, പക്ഷേ തോണിയിൽ കയറിയിട്ടില്ല. പിന്നെ തോണി കയറിയപ്പോൾ ഞങ്ങൾക്ക് അമ്മാതിരി അനുഭവം ഉണ്ടായിരുന്നു. ഒരാളും അറ്റത്ത് പോയിരിക്കരുത്, ഞങ്ങളും പോയിരിക്കുന്നത് സേഫ്. നമ്മൾ ആ മേലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും. താഴത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ പിന്നെ കൂടുതൽ നേരം അവിടെ വിശ്രമിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. നിങ്ങൾ കാണുന്നത് ഞങ്ങൾ തോണി കയറിയ അനുഭവവും പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഇപ്പോഴവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരും ഞങ്ങൾക്ക് കയറാൻ അവസരം. അടിപൊളി ഫണ്ണായിരുന്നു. ഞാൻ നല്ല പേടിച്ച് ഞങ്ങൾ അറ്റത്ത് പോയിട്ട് എത്തിയിരുന്നത്. പിന്നെ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചൂടാണ്. എന്നൊക്കെ കിടക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും പേടിച്ച് നന്നായിട്ട് ചൂടി. പിന്നെ നമ്മളതിൻ്റെ മേലെ കയറുമ്പോൾ താഴത്ത് നോക്കുമ്പോൾ നല്ല പേടി തോന്നും. ഗ്യാസൊക്കെ നല്ല പേടിച്ചിട്ടുണ്ട്. ഇപ്പച്ചി ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി. ഇപ്പച്ചിക്ക് അറിയാവുന്നതിന് ഞങ്ങൾക്ക് പേടി ഉണ്ടാവുന്നു. എൻ്റെ ചീറലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നടുവിലിരിക്കുന്ന ചേച്ചിമാർക്ക് അത്രക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കായിരുന്നു നല്ല ഗ്യാസിൻ്റെ നെന്നൊക്കെ തൊട്ടിട്ട് ഇപ്പോഴൊക്കെ ഞങ്ങൾ നെറ്റിനൊക്കെ നന്നായിട്ട് വിറക്കുണ്ടായിരുന്നു. എന്താണ്
അവസാനം ഇനി ഇതിൽ കയറില്ല, മതി മതി എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പച്ച് ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇനി നിങ്ങൾ ഇതിൽ തന്നെ കയറ്റും പറഞ്ഞിട്ട്. പിന്നെ മഗ് പ്രിൻറ്റിങ് എടുക്കാതിരിക്കാൻ കാരണം ഉപ്പച്ചിയുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞു, അതുകൊണ്ടാണ് മഗ് പ്രിൻറ്റിങ് ഇതിലില്ലാത്തത്. പിന്നെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഈ വീഡിയോ കാണാറൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ.